ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഒരു സബ്ജക്റ്റായ അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അമേരിക്കൻ ലിറ്ററേച്ചറിലെ യൂണിറ്റ് ഫസ്റ്റ് ദ പ്യൂരിറ്റൈൻ കോൺടെസ്റ്റ്. ഇതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യൂരിറ്റൈൻ്റെ ന്യൂ ഇംഗ്ലണ്ടിലെ പ്രീ ഹിസ്റ്ററി, അവരെങ്ങനെയാണ് വന്നത്, എന്ന് തൊട്ടാണ് വന്നു തുടങ്ങിയത്, അവരുടെ സെറ്റിൽമെൻറ്റ് എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First of all, the Puritans were certainly not the first inhabitants, not even the first settlers from Europe in the American continent. അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ ഫസ്റ്റ് സെറ്റിലേഴ്സ് അല്ല പ്യൂരിറ്റൈൻസ്. പിന്നെ ഈ സെറ്റിലിങ് അതുപോലെ എക്സ്പ്ലോറേഷൻ അതൊക്കെ തുടങ്ങുന്നത് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ആ ഒരു ടൈമിലാണ്. 1584 സർ വാൾട്ടർ റെയിലിംഗ് dispatched an English ship to investigate if it possible to colonize other lands. അദ്ദേഹമാണ് അതായത് സർ വാൾട്ടർ റെയിലിംഗ് ആണ് 1584 ഒരു ഷിപ്പ് ഡിസ്പാച്ച് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതർ ഐലൻഡ്സിൽ കോളനി തുടങ്ങാൻ പറ്റുമെന്ന്. അങ്ങനെ അത് ആദ്യത്തെ അറ്റംപ്റ്റ്. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 1606 നടന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഇംഗ്ലീഷ് ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് ഓർ സെറ്റിലേഴ്സ് വെർജീനിയ എന്നൊരു സ്ഥലത്തേക്ക് വന്നു. അതുപോലെ തന്നെ വെർജീനിയയും ജെയിംസ് ടൗണും രണ്ടും അമേരിക്കയിലുള്ള സ്ഥലങ്ങളാണ്. അവർ അവിടെ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അവരുടെ ക്യൂവിൻ്റെ പേരായ വെർജിൻ ക്യൂവിൻ്റെ പേര് വെച്ചിട്ട്. പക്ഷേ ആ സെറ്റിൽമെൻറ്റിൽ അവർ കുറേ ആൾക്കാർക്കൊക്കെ എപ്പിഡമിക്, ഹോം സിക്ക്, ഡെത്ത്, അങ്ങനെ കുറേ ട്രബിൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ അതുപോലെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ പുറത്തുനിന്ന് സെറ്റിൽ ചെയ്ത് വരുന്നവരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അമേരിക്കയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരുടെ മേലിൽ ഇവർ ആധിപത്യം സ്ഥാപിക്കുക, ഓർ ഈ അമേരിക്കയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരെ അവർ ഡിപ്പെൻഡ് ചെയ്യുക. സോ അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടി ട്രൈബിനെ പണിഷ് ചെയ്യുക എന്ന രീതിയിൽ ഇംഗ്ലീഷുകാർ ഒരു മാസ് മസാക്രേ നടത്തി. ഈ റെഡ് ഇന്ത്യൻസ് ഓർ അമേരിക്കക്കാർ അവരെ പണിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു മാസ് മസാക്രയാണ് ഇംഗ്ലീഷുകാർ നടത്തിയത്. ആ സമയത്ത് വെർജീനിയ സെറ്റിൽമെൻറ്റ് നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെർജീനിയൻ കമ്പനി അവിടെ പണ്ടുണ്ടായിരുന്ന സെറ്റിലേഴ്സ് തന്നെ പുതിയതായിട്ട് സിറ്റിസണായിട്ട് താമസിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. 1619 ഒരു ലെജിസ്ലേറ്റീവ് ബോഡി വെർജീനിയ സെറ്റിലേഴ്സിനെ അവിടെ സെറ്റിൽ ചെയ്തിട്ട് സാധാ സിറ്റിസണായിട്ട് ജീവിക്കാൻ അധികാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ടൊബാക്കോ ക്രോപ്പ് പ്ലാൻ ചെയ്യാണ് 1612. ആ ടൊബാക്കോ പ്ലാന്റ് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരുന്നു. ലണ്ടനിൽ നിന്ന് നല്ലോണം പ്രോഫിറ്റ് ആ ടൊബാക്കോ ക്രോപ്പ് വഴി കിട്ടിയിട്ടുണ്ട്. പിന്നെ മെസാച്യുസെറ്റ്സിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അവിടെ 1620 സെറ്റിലേഴ്സ് വന്നു തുടങ്ങിയത്. അവിടെയൊക്കെ വന്നതിന് ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പ്യൂരിറ്റൈൻസ് ന്യൂ അമേരിക്കയിലേക്ക് വരുന്നത്. 10 years later came the Great Puritan Migration from the England, followed by an astonishingly numerous rabble bringing thousands of settlers. Puritan settlements to appear suddenly: Dorchester, Boston, Watertown, Roxbury, മിസ്റ്റിക് ആൻഡ് ലൈൻ. അതായത് പ്യൂരിറ്റൈൻസ് പെട്ടെന്ന് വന്ന സ്ഥലങ്ങളാണ് ഈ ബോസ്റ്റൺ, വാട്ടർടൗൺ, റോക്സ്ബറി ഓർ മിസ്റ്റിക് ആൻഡ് ലൈൻ. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലാണ് പ്യൂരിറ്റൈൻസ് ആദ്യമായിട്ട് സെറ്റിൽ ചെയ്തത്. അവർ വന്നത് വെച്ചാൽ ഒരു പിൽഗ്രിംസ് പോലെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴാണ്, അതായത് ഇത്രയും സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് പ്യൂരിറ്റൈൻസ് വരുന്നത്. പിന്നെ ന്യൂ ഹെമിസ്ഫെയറിൽ സെറ്റിൽമെൻറ്റ് തുടങ്ങുന്നത് 1623. ആഫ്റ്റർ എൻഡ്ലെസ് ഡിബേറ്റ് ബിറ്റ്വീൻ ambitious ഇംഗ്ലീഷ് ഏജൻറ്റ്സ് ആൻഡ് മസാച്യൂട്ട് അതോറിറ്റി ഇറ്റ് ബിക്കം എൻ ഓട്ടോണമസ് ടെറിട്ടറി ഓഫ് ക്രൗൺ. അതായത് ആ ന്യൂ ഹെമിസ്ഫെയർ എന്ന് പറയുമ്പോൾ അതായത് വെർജീനിയയിൽ ഉണ്ടായിരുന്ന മുന്നത്തെ സെറ്റിലേഴ്സും അതുപോലെ തന്നെ മസാച്യൂട്ട്സിൽ ഉണ്ടായിരുന്ന സെറ്റിലേഴ്സും കൂടി സംസാരിച്ച് അവരുടെ ഒരു തീരുമാനമാക്കി അതൊരു ക്രൗണിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോണമസ് ടെറിട്ടറി ആക്കി മാറ്റി. എന്നിട്ട് പിന്നെ 1630 മെയിൻ പറഞ്ഞ ഒരു സ്ഥലം കൂടി ഈ ന്യൂ ഹെമിസ്ഫെയറിൻ്റെ ഒപ്പം ചേർത്തു. അറ്റ് എൻഡ് ഓഫ് ദി സെഞ്ച്വറി, ഈ സെഞ്ച്വറിയുടെ അവസാനമാണ് ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടാവുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് സെഞ്ച്വറി ന്യൂ ഇംഗ്ലണ്ട് ആസ് ദ എൻറ്റയർ റീജിയൻ വാസ് ഫ്ലറിഷിംഗ് ന്യൂ എൻക്ലേവ് വിത്തിൻ ദ ഇംഗ്ലീഷ് എംപയർ.
New England way of life was sharply polarized against the way of life of Virginians as well as similar materialistically inspired immigrants. അതായത് ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ അവിടെ മുന്നേ വന്നിരുന്ന സെറ്റിലേഴ്സിൻ്റെ സ്വഭാവങ്ങളും അതുപോലെ അവരുടെ പ്രാക്ടീസും അങ്ങനെ കടന്ന് വന്നിട്ടാണ് ന്യൂ ഇംഗ്ലണ്ട് ഉണ്ടായിട്ടുള്ളത്. സോ സെറ്റിലേഴ്സിൻ്റെ ഓർ ഇമിഗ്രൻസിൻ്റെ സ്വഭാവ സവിശേഷതകളും അവരുടെ പ്രാക്ടീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. New Englanders, on the contrary, aim at actualization of ideal. They consider themselves to God's special missionaries on mission into the wilderness, seeking to establish a Jerusalem renewed. This is in essence when the Puritan project in America. അതായത് പ്യൂരിറ്റൈൻസ് അവരെ തന്നെ കരുതുന്നത് an agent sent on a mission to represent the interest of someone else. അതായത് വേറൊരാളുടെ താല്പര്യം മീൻസ് ഈ പ്യൂരിറ്റൻസ് ഇംഗ്ലണ്ടിലേക്ക് വരാൻ കാരണം അവരുടേതായിട്ടുള്ളൊരു മതവും അവരുടേതായിട്ടുള്ള പ്രാക്ടീസും തുടങ്ങാൻ വേണ്ടിയിട്ടൊരു ന്യൂ പ്ലേസ് അങ്ങനെ ഒരു രീതിയിലാണ് ഈ പ്യൂരിറ്റൻസ് ഈ അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള കാരണം. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗമാണ്. ഇത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ് ഇതിൻ്റെ. താങ്ക് യു ഫോർ ലിസണിങ്.